ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് നടന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികളിൽ കുറച്ച് പേർക്കെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുമെന്ന് പറയാം. അപ്പോൾ സ്ഥിരമായി ദമ്പതിമാർ ചോദിക്കുന്ന ഒരു സംശയമാണ് എത്ര നാൾ ലീവ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളവരാണെങ്കിൽ തന്നെ എത്ര നാൾ നമുക്ക് നാട്ടിലുണ്ടായിരിക്കണം, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ച് നമുക്കിതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു IVF സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 10 to 12 ഡേയ്സ് ഓഫ് ഡ്യൂറേഷൻ വരും. എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ 1 നമ്മൾ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മിക്കവർക്കും ഒരു 8 to 10 ഡേയ്സ് ഓഫ് ഇഞ്ചക്ഷൻ വേണ്ടി വരാം. അത് കഴിഞ്ഞ് എഗ്ഗ് മെച്ചുറായി കഴിയുമ്പോൾ നമ്മൾ ട്രിഗർ ഇഞ്ചക്ഷൻ, അതായത് എഗ്ഗ് മെച്ചുറുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് 34 to 36 hours ആകുമ്പോൾ എഗ്ഗ് പുറത്തെടുക്കും. ഇതിനെയാണ് ഓവം റിട്രീവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് ഒരു 2 weeks വരെ വേണ്ടി വന്നേക്കാം. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സിന് ഫസ്റ്റ് ഡേ വരേണ്ടി വരും. ഒരു 4 days കഴിഞ്ഞ് ഒരു സ്കാനിന് വരണം. പിന്നെ ഒരു 8th ഡേയോ 9th ഡേയോ. അപ്പോൾ ഒരു 3 ദിവസം ഇടയ്ക്ക് വന്നാൽ മതി. ഇഞ്ചക്ഷൻസ് വീട്ടിൽ വെച്ച് തന്നെ എടുക്കാൻ പറ്റും. അതിനുള്ള ഡോസും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒരു ഫുൾ 2 weeks ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എബ്രോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഹോളിഡേക്ക് വരുവാണ്, അവർ ആ സമയത്താണ് IVF ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തന്നെ നമുക്ക് ഫോൺ വഴി ഇതിന് എത്ര ദിവസം വേണ്ടി വരും, അതിൻ്റെ മരുന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നാട്ടിൽ ഒരു പീരീഡ്സിൻ്റെ ഒരു 2-3 days മുമ്പ് വരികയോ അല്ലെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ തന്നെ വരികയോ ചെയ്യുകയാണെങ്കിൽ ആ സമയം നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു 20 days ലീവ് ഉണ്ടെങ്കിൽ ഒരു 14 days ആകുമ്പോൾ തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു സമയത്തിന് ഡ്യൂറേഷൻ ആവശ്യമേ ഉള്ളൂ IVF പ്രൊസീജിയറിന് വേണ്ടി വരുന്നത്.